ഇന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പ്ലാൻ ഇട്ടത് 2 പരിപാടിക്ക് പോകാമെന്നേനു. ആദ്യം തന്നെ സിലുവിൻ്റെ നിക്കാഹ്, അത് കഴിഞ്ഞിട്ട് പ്യുവർ ഫിറ്റ്നസ്സിലെ ഓണപരിപാടി. ഇപ്രാവശ്യം വേറെ എപ്പോഴും ഓണം കൂടാനില്ലാത്തതുകൊണ്ട് ആദ്യം ജിമ്മിലെ പരിപാടിക്ക് പേര് കൊടുത്തതും ബാക്കിയുള്ളവരെ നിർബന്ധിച്ച് കയറ്റിയതും ഞാനേനു. പക്ഷെ പിന്നെയാണ് സിലുവിൻ്റെ പരിപാടി ഇന്നാണല്ലോ എന്നുള്ള ബോധം എനിക്ക് വന്നേ. അങ്ങനെ പുരയിൽ ഇറങ്ങി ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു ഫിറ്റ് ചെക്ക് നടത്തിയിട്ട് കറക്റ്റ് 10 മണിക്ക് സ്റ്റാൻഡിലെത്താൻ വേണ്ടി നടന്നു നീങ്ങുമ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത്. ഗിഫ്റ്റ് ബോക്സ് വീട്ടിൽ തന്നെ വെച്ച് മറന്ന്. പിന്നെ തിരിച്ചു പോയി എടുത്ത് സ്റ്റാൻഡിൽ ചേച്ചീനെയും കാത്ത് നിൽക്കുമ്പോൾ അതാ അടാറൊരു മഴ. ഇത് പ്ലാനിൽ ഇല്ലാത്തതാണ്, ഞങ്ങളെ ലേറ്റാക്കാൻ വേണ്ടി കറക്റ്റ് പെയ്ത പോലെ. ഈ എക്സ്പെക്റ്റ് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത് ഭയങ്കര ശരിയാട്ടോ. ലൈക്ക് ഇന്ന് എല്ലാം ഷടപടാന്നാക്കണം എന്ന് വിചാരിച്ചിട്ടും മൊത്തത്തിൽ ലാഗാ. ആൻഡ് അതിൻ്റെ ഇടയ്ക്കും തിരക്കും ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കി രസിക്കുന്നുണ്ടായിരുന്നു. സിലു വന്നിട്ട് എൻ്റെ കോളേജ് മേറ്റാണ്, പക്ഷേ ഞങ്ങൾ ക്ലോസ് ആവുന്നത് PSC ക്ലാസ്സിൽ വെച്ചിട്ടാണ്. ആൻഡ് 3rd ഇയർ പഠിക്കുമ്പോൾ ഞാൻ എഴുതിയൊരു പാട്ട് അവൾ പാടിയിട്ട് കുറേ അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് ഇയർ നവംബറിൽ ഞങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പെല്ലാം പോയിട്ട് പിന്നെ ഓളെ വീട്ടിൽ സ്റ്റേ ചെയ്തായിരുന്നു. ആൻഡ് അതൊക്കെ ഭയങ്കര അടിപൊളി മെമ്മറീസ് ആയിരുന്നു. ആൻഡ് ഇന്ന് നമുക്ക് ഈ ഒരു ബ്ലോഗ് കിട്ടാൻ മെയിൻ കാരണം ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഇനാഗ്രേഷൻ ആയിരുന്നേ. ആൻഡ് അവിടെ നല്ല ക്യൂട്ട് ബണ്ണീനെയും 2 മങ്കീസിനെയും കണ്ടു. നമുക്ക് ഇപ്പം നമ്മളെ വീഡിയോസിൽ ബോണസ് ആയിട്ട് ഇങ്ങനത്തെ കുറച്ച് ക്യൂട്ട് സാധനങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ. ലാസ്റ്റ് ടൈം അത് മാവേലിയായിരുന്നു. ആൻഡ് അത്രയും നേരം പാവം നമ്മളെ ഗായു അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി പിന്നെ ഹാളിലെത്തി. അവിടുത്തെ ഹാള് ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മളെ ബ്രൈഡിനെ കണ്ടായിരുന്നു. ഷീ വാസ് ലുക്കിംഗ് സോ ഗുഡ്. പിന്നെ നമ്മൾ കഴിക്കാൻ കയറി. ആൻഡ് ആ ടൈമിൽ ഡിഗ്രിക്ക് കൂടെ പഠിച്ച ഫ്രണ്ട്സിനെ കണ്ടു. ലൈക്ക് ടൈം ഇങ്ങനെ ടെക്കെന്ന് പറഞ്ഞ് പോയ പോലത്തെ ഒരു ഫീലാണ് വന്നേ. ആൻഡ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്ക് ആളെ എൻട്രി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. And we were witnessing Silu's best moment in life. ഈ താലി ഉണ്ടല്ലോ, അതിനെയാണ് ആക്ച്വലി മെഹർ എന്ന് പറയുന്നത്. ആൻഡ് ഈ മെഹർ ഇടുന്ന പരിപാടിയാണ്, അതായത് ഇപ്പം ചെയ്യുന്നില്ലേ, അതിനെയാണ് നിക്കാഹ് എന്ന് പറയുന്നത്. നിക്കാഹ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചെറുക്കൻ്റെയും അവളെയും കൂടെ ഫോട്ടോ എല്ലാം എടുത്തിട്ട് കുറച്ച് നേരം കൂടി അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കൂടി എടുത്തിട്ട് തിരിച്ചു. കൊടുവള്ളിക്ക് കയറിയ ബസ് സൈഡിൽ നിർത്തിയപ്പോഴേക്ക് ഞാൻ സൈഡായിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ പാട്ടെല്ലാം കേട്ട് കുറച്ച് നേരം ഇരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ യൂട്യൂബിലോട്ട് വരാനായിട്ട് താല്പര്യകക്ഷികൾ അങ്ങനെയല്ലേ പറയാം, അല്ലാത്തത് കൊണ്ട് തന്നെ യു ക്യാൻ ഓൺലി സീ എൻ്റെ തല എൻ്റെ ഓടൽ, എൻ്റെ തല എൻ്റെ ഓടൽ. ഫൈനലി ബസാറിലെത്തിയപ്പം അഥവാ ഓണപരിപാടി കഴിഞ്ഞില്ലെങ്കിലോ ചാടൊന്ന് കയറി. ആൻഡ് ഇതായിരുന്നു ഞങ്ങളെ ലോഗോ ഒക്കെ എഴുതിയിട്ടുള്ള അടിപൊളി പൂക്കളം. ആൻഡ് ഇതാ ഏതോ ഒരു ക്യൂട്ട് വാവ അതിലിങ്ങനെ പോകുന്നുണ്ടായി. ആൻഡ് ഇനി വരാൻ പോകുന്നതാണ് ഞങ്ങളിവിടുത്തെ ട്രെയിനേഴ്സ്. പൂക്കളം കണ്ടു, പിന്നെ അവിടെ കുറച്ച് ആരെങ്കിലും പാട്ടൊക്കെ പാടുന്നുണ്ട്. പക്ഷെ എല്ലാവരും പോയി, കുറച്ച് പേരേ ഉള്ളൂ. നമുക്ക് എന്നാ പോവാ. ആൻഡ് വരുന്ന വഴിയിൽ മൈ വലിച്ചൻ വശത്ത് എൻ്റെ കോസ്റ്റ്യൂം ഔട്ട്ഫിറ്റ് ക്ഷീണിച്ചു. ഇവിടെ എന്താ വെളിച്ചം തീരില്ല. എങ്ങനെയുണ്ട് വലിച്ച ഫോട്ടോ എടുക്കണ്ട മതി. ഇവിടെ നല്ല വെളിച്ചുണ്ട്. എന്റെ കോസ്റ്റ്യൂം എങ്ങനെ ഇഷ്ടം. എന്റെ കമ്മൽ നോക്കി എടുത്തിടാനോ? ചെൽമി ഡ്യൂഡ് എങ്ങനെയുണ്ട്? ഞാനോ? ഞാനത് പറയാലോ, ഇത് പറഞ്ഞാ പറയാ. ചെൽമി ഹൗസ് മൈ കോസ്റ്റ്യൂം അങ്ങനെ കൊല കിട്ടുന്ന. You don't like it? You don't like it? വൺ ഗേൾ അവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട്. നമ്മൾ ക്യാമറ എടുക്കുന്നുണ്ട്, അപ്പോൾ ഓടി മാറുന്നുണ്ട്. She actually want to check about our outfit. അവളപ്പോൾ ഓടിപ്പോകും. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? ഇഷ്ടമായോ? അടിപൊളി. എന്താ ഏറ്റവും ഇഷ്ടമായേ? എന്നെ മൊത്തം ഇഷ്ടമായി. ഇത്
ആൻഡ് ലേറ്റർ ദ ഓണർ ഓഫ് ദ ഐഫോൺ, അവളെ പേര് പറയാൻ നമുക്ക് ഇഷ്ടമല്ല കേട്ടോ, അവൾ കുറേ ഫോട്ടോസ് എടുത്തന്ന്. ഇന്ന് ഗായും കുറേ ഫോട്ടോസ് എടുത്തന്നിനി. ഇതിൽ നിന്നും 2 ഫോട്ടോസാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. ബൈ ദ വേ, ഇന്നത്തെ ദിവസം വാസ് ലൈക്ക് ഓണപരിപാടി മിസ് ചെയ്തിട്ടുള്ള സങ്കടം ഉണ്ടെങ്കിലും സിലുവിൻ്റെ കല്യാണം കൂടിയുള്ള സന്തോഷം ഉണ്ടായിരുന്നു. ആൻഡ് മൊത്തത്തിൽ ഇറ്റ് വാസ് ആക്ച്വലി എ ഗുഡ് ഡേ. അതുപോലെ തന്നെ എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് എന്ന് എനിക്ക് പറയാതെ പറഞ്ഞു തന്ന ഒരു ദിവസം കൂടിയായിരുന്നു.